വഴി അടഞ്ഞു കിടക്കുകയാണല്ലോ. ഞാനിപ്പോ എങ്ങനെയാണ് പോവുക? ഇതെന്ത് ശബ്ദമാണിത്? ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരാൻ മാത്രം നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? നോക്ക്, ഞാൻ എന്റെ സുഹൃത്ത് സുഖലാതെ കിടക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ എനിക്ക് പ്രശ്നം തരാൻ നോക്കുകയാണോ? എനിക്ക് ഉടൻ തന്നെ ബഗിനി പൂ വേണം. അയ്യോ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങൾ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. ഒരു ഗുഹയുണ്ട്, അത് നീ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ കൊണ്ട് വിട്ടേക്ക്. എന്റെ കാല് ഭേദമായി. എല്ലാവരുടെയും സുഹൃത്താ, താങ്ക് യു കൂട്ടുകാരെ. ഇവിടെ വരൂ. നിങ്ങൾ എല്ലാവരോടും എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? ഇപ്പൊ എനിക്ക് കറുത്ത തത്തയുടെ മുട്ട വേണം, കുയിലിന്റെ കാലിലെ നഖം വേണം, ആമയുടെ മുട്ട വേണം, പഴയ കാട്ടുരാജാവിന്റെ നഖം വേണം, രഗിസ്ഥാനിൽ വളരുന്ന മുൾച്ചെടി വേണം, വെളിനാട്ടിലെ പെർഫ്യൂം വേണം, കുഞ്ഞു മീനിന്റെ എണ്ണ വേണം, കടലിന്റെ അടിയിലുള്ള ചിപ്പി വേണം. ചേട്ടായി, ഇയാളിങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി വെച്ച് നമ്മളോട് എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾ ധീരന്മാരാണ്, വീരന്മാരാണ്, ലോകത്തിലെ മഹാവീരന്മാരാണ്. നിങ്ങളെ കൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്റെ മായി ആ തൂവലം തരാമോ പ്ലീസ്? ഇതെന്താ ഭിക്ഷ എടുക്കാൻ വന്നതാണോ? സഹായം ചോദിക്കാനാണ്. സഹായം സംശയമുണ്ടോ? ഡാഡി, ഇവരെന്നെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു. എന്റെ മോനെ ഡിസ്റ്റർബ് ചെയ്യാണോ നിങ്ങള്? വേറൊരുത്തം കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടില്ലടാ. വിട്ടോ, തൂവല് കിട്ടി. ഇനി എങ്ങനെ ഇവിടെ കണ്ടാ നിന്റെ ഒക്കെ പണിയാൻ തീർക്കും പറഞ്ഞേക്ക. അതാ നിൽക്കുന്നു പെൺസിംഹം. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? പണി നിൽക്ക്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് നിങ്ങളുടെ മീശ ഒന്ന് തരാമോ? അയ്യോ കൊച്ചളിയാ, രക്ഷിക്കേ. പണി ഓടിക്കോ. ഓടിയാൽ എങ്ങനെയാ സിംഹത്തിന്റെ മീശ പറിച്ചെടുക്കാൻ കഴിയാ? എടാ വേണ്ട, തിരിച്ചു വാ. അല്ല, നിങ്ങൾക്ക് ജലദോഷം പിടിച്ചെന്ന് തോന്നുന്നു. താങ്ക് യു. കൊച്ചളിയാ, മീശ കിട്ടിപ്പോയി. എന്നാ വേഗം വാ. പിടിച്ചോ. ഞാൻ പിടിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ഈ കളി കളിച്ചപ്പോ സന്തോഷം തോന്നുക. ഹണി ബോളിട്. ബോളിടാ. ഹണി ഓടിക്കോ.
എന്റെ അമ്മച്ചി നന്നായിട്ട് കൊണ്ടെന്നാ തോന്നുന്നേ. എന്തിനാ എനിക്ക് തന്നെ എപ്പോഴും പണി തരുന്നതാ? എടാ കർത്താ, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കർത്താ ഓടിക്കോ. ദാ നോക്ക്, ഇവൻ കാണിക്കുന്ന കള്ളത്തരങ്ങൾ കണ്ട് വിശ്വസിക്കരുത്. കളിയിൽ ഇറങ്ങുമ്പോ ഒരു ബന്ധത്തെ കുറിച്ച് ഓർക്കരുത്. ഇവൻ എഴുന്നേക്കുന്ന ഇല്ലല്ലോ, സംശയമുണ്ടോ? അതെ ഭായ്, ഇവൻ വെട്ടിയിട്ട വാഴത്തട പോലെ വീണ് കിടക്കുകയാണല്ലോ. എന്റെ കാലനക്കുന്നില്ല. കൂട്ടുകാരെ ഒരിക്കലും ആപത്തി കൈവിടരുത്. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്നെ കൊണ്ട് കഴിയുന്നില്ല. മുൻപും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വരൂ. പറക്കുന്ന പൊടിക്ക് ഈ മരുന്ന് ബെസ്റ്റാണ്. പൊടിക്ക് കൈക്ക് ഈ മരുന്ന് ബെസ്റ്റാണ്. തലയിലുണ്ടാകുന്ന ടെൻഷൻ മുഴുവൻ മാറും. എല്ലാവരുടെ രോഗവും പമ്പ കിടക്കും. വിശ്വസിച്ച് മരുന്ന് വാങ്ങി കഴിക്കൂ. ഭേദമാവാത്തവരുടെ കാശ് തിരിച്ചു വാങ്ങിച്ചേക്കൂ. വൈദ്യട്ടോ, ഞങ്ങളുടെ നന്ദുവിന് വേണ്ടി കുറച്ച് തൈലം വേണം, സംശയമുണ്ടോ? ഇവിടെ വരൂ. എയറോപ്ലെയിൻ പോലെ ആയിരിക്കുകയാണ്. എണ്ണ തടവി എന്ന് വെച്ച് ഇവൻ എഴുന്നേക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളെല്ലാവരും വെപ്രാളപ്പെടുന്നത് നിങ്ങളുടെ തലയ്ക്ക് നല്ലതല്ല. ഇവന്റെ കാല് തളർന്നിരിക്കുകയാണ്. നിങ്ങൾ പണ്ടെങ്ങാനും ഒരു എണ്ണ കൊടുത്തിരുന്നല്ലോ, ആ എണ്ണയാണ് വേണ്ടത്. ഓ, അതായിരുന്നു യഥാർത്ഥ എണ്ണ. ഒരു 1.5 എണ്ണയായിരുന്നു. അതല്പം ട്രെയിനിന് തടവിയാൽ പോലും ട്രെയിൻ നന്നായിട്ട് ഓടും. അത് വന്നതോടുകൂടി മറ്റുള്ളവയെല്ലാം ഫ്ലോപ്പായി. എന്റെ ഭായ്, വെറുതെ തലയ്ക്ക് ചൂട് പിടിപ്പിക്കരുത് കേട്ടോ. വൈദ്യൻ ചേട്ടാ, ഈ ബയോഗ്രാഫി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ എണ്ണ എടുക്കാൻ നോക്ക്. അത് നടക്കില്ല. എണ്ണ തീർന്നു പോയല്ലോ. എങ്കിൽ വേറെ ഉണ്ടാക്ക്. ഇവിടെ വരൂ. അത് സാധാരണ എണ്ണയല്ല. അതിനായി കഴുകന്റെ കുട്ടിയുടെ തൂവൽ വേണം. കടലിന്റെ അടിയിലുള്ള നീല ശംഖ് വേണം. മലയുടെ മുകളിലുള്ള കത്തിരിച്ചെടിയുടെ തണ്ട് വേണം. പെൺസിംഹത്തിന്റെ മീശമുടി വേണം. ഇങ്ങനെ പല സാധനങ്ങൾ വേണം. ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ എണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ പോത്തൂട്ടാ, സീതയെ സ്വന്തമാക്കാൻ രാമൻ എടുത്തതാണ് ശിവന്റെ വില്ല്. വരൂ പോത്തെ, ഞാൻ തരാം നിനക്ക് 1-ാം തരം പുല്ല്. അടികൈ. ഹണി, നീ എനിക്ക് 2ാമത്തെ ഡമ്പലം എടുത്തു തന്നേ. പോപ്പട്ടെ, താ പിടിക്ക് ഡംബിൾ. എന്റെ അമ്മോ, കൂട്ടുകാരെ, പോപ്പന്റെ ബോധം പോയെന്നാ തോന്നുന്നേ. ബോധം പോയിട്ടും പോപ്പട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ പോപ്പട്ടിന്റെ ഫ്രണ്ട് സർക്കിൾ മൊത്തം മാറിപ്പോയേനെ. നീ എന്തുവാടാ ഈ ചെയ്തത്? നിന്നോട് ഞാൻ ചെറിയ ഡമ്പൽ എടുക്കാനല്ലേ പറഞ്ഞത്? നീ വലിയ ഡമ്പൽ എടുത്ത് തന്ന എന്തിനാ? നമ്മൾ ചിന്തിക്കുമ്പോ എപ്പോഴും വലുതായി തന്നെ ചിന്തിക്കണം. ആഹാ, എന്താ പാട്ടിന്റെ വരികൾ അടിപൊളി. ആഹാ, ഇനി ഏതായാലും അധികം വൈകിക്കാതെ നമുക്ക് തുടങ്ങാം. റൗണ്ട് 2, അടികൈ.
കൂട്ടുകാരെ ഈ വാതില് പോത്തിനെ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ തുറക്കാനാ? ഒരു മിനിറ്റ്, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ കണ്ടു എന്റെ കളി. നോക്ക് നോ പിസ്സ ഡെലിവറി. ആഹാ, അടിപൊളി സോർദാറെ, നിന്റെ ഐഡിയ സൂപ്പർ. ആ അയ്യോ, ഈ പിസ്സ ഡെലിവറിക്കാരൻ ഇത് എങ്ങോട്ടാ പോയത്? കഷ്ടം, അയാള് പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ മനസ്സിലായോ പോത്തിന്റെ തല വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് ബുദ്ധി കൊണ്ട് കാര്യം നേടാൻ കഴിയുമെന്ന്? അതെ താത്തമാരെ, എനിക്ക് ആദ്യമേ തന്നെ സംശയം ഉണ്ടായിരുന്നു ഇത് ഉള്ളിൽ നിന്ന് ലോക്കായിരുന്നോ എന്ന്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയേ. ഉള്ളിൽ ആളുണ്ടായിരുന്നല്ലേ. ബുദ്ധിയെക്കാളും വരുന്നു എരുമ തന്നെയാ. അറിഞ്ഞില്ലേ, പറഞ്ഞില്ല, തെളിഞ്ഞില്ലേ. കൊറേ നേരമായി ഇല്ലേ ഇല്ലേന്ന് മിക്കവാറും അടിച്ചെന്റെ പല്ല് ഞാൻ താഴെ ഇടും. മതി പറഞ്ഞത്. ഇതിപ്പോ കൊറേ ആയി ഞാൻ സഹിക്കുന്നു. ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അറിഞ്ഞില്ലേ, പറഞ്ഞില്ലേ, തെളിഞ്ഞില്ലേ. ഇവനെന്താ പറ്റിയേ? നമ്മളെ എന്തിനാ ഇടിക്കാനായിട്ട് ഓടിക്കുന്നേ? ദൈവത്തോർത്തി എന്നെ ഇരിക്കല്ലേ, ഞാൻ ദേ ഇവര് കാരണം അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഈ പോത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഐഡിയ. എന്റെ പിള്ളേരെ, മഴ പെയ്ത് എന്റെ വീടിന്റെ അടുത്തുള്ള കുളത്തിലുള്ള വെള്ളം അങ്ങ് പൊങ്ങി. ദാ ഈ പോത്ത് ഈ വലിയ കുഴിയിൽ കുടുങ്ങി. അടി കൈ. ഹണി എവിടെ പോയി? ഇതിപ്പോ അവധി ആഘോഷിക്കണോ അതോ ഇനി ഹണിയെ അന്വേഷിക്കണോ? ആഹാ, എന്തായാലും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. എടാ ഹണി, നീ സോർദാറിന്റെ ബാഗിനകത്ത് എന്തെടുക്കായിരുന്നു? നല്ല തണുപ്പായതുകൊണ്ട് അകത്തോട്ട് കയറിയതാണ്. ഞാൻ എന്തായാലും ഒന്ന് വായ കഴുകട്ടെ. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. സംശയമുണ്ടോ? ശരിയാടാ, നല്ല തണുപ്പുണ്ട്. ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിക്കാനൊന്നും കിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ചായ കിട്ടും. അങ്ങോട്ട് നോക്ക്. അടിപൊളി, ഞാൻ വേഗം പോയി എല്ലാവർക്കും ചായ വാങ്ങിച്ചോണ്ട് വരാം. ഈ തണുപ്പത്ത് കുൽഫിയോ? ഈ ചായ വാങ്ങിക്കാനല്ലേ പോയത്? ഇത് ചായ തന്നെയാടാ, പക്ഷെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോഴേക്കും കുൽഫി ആയിട്ട് മാറി. ഇനി വീണ്ടും ചൂടാക്കിയത്. ഇവരെ കണ്ടിട്ട് ടൂറിസ്റ്റുകളെ പോലുണ്ടല്ലോ. അങ്ങനെ തന്നെ അല്ലേ? ഇവന്മാര് കാരണമാണ് ഞാൻ വീണത്. ഇവിടെ വാ. ഇവർക്ക് തണുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ. ചൂട് ഭക്ഷണം അതി ഡോൺ ഗരഞ്ചന്തിന് മാത്രം മതി. എന്താ മതിയില്ലേ? ആയിക്കോട്ടെ സാർ. ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 കിലോ ഐസ്. സൂപ്പർ സ്പെഷ്യൽ എല്ലുകളവരെ കുളിരടയിപ്പിക്കുന്ന കോൾഡ് കോഫി. ഞങ്ങൾക്ക് കോൾഡ് അല്ല, ഹോട്ടാണ് വേണ്ടത്. സോറി, ഇവിടെ ചൂടുള്ള ഭക്ഷണം ഡോൺ ഖരംചന്ദ്രന് വേണ്ടി മാത്രമുള്ളതാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ ഒറ്റയ്ക്കാണ് നോക്കാൻ പോകുന്നത്? ബണി, സോർദാറെ, വാ, നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ചു പിടിക്കാം. ഒന്നും മിണ്ടാതിരിക്കടാ കഴുതേ. നമുക്ക് കുറച്ച് സെക്ടർ വാങ്ങാം. എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. അതി ഡോൺ ഗരഞ്ചന്തിന് വേണ്ടി മാത്രം. ഈ നാടിന്റെ ഡോൺ ഞാനാണ്. അങ്ങനെയല്ലേ? ഇവിടെ കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ അനുമതിയോടുകൂടി മാത്രമേ പറ്റൂ. എന്താ അങ്ങനെയല്ലേ? കൂട്ടുകാരെ, നമുക്ക് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ നമ്മുടെ അവധിക്കാലം ഇവൻ കൊളമാക്കി തരും.
എവിടെ പോയി? എനിക്ക് തോന്നുന്നത് അവന്മാര് 4 പേരും എന്റെ മുഖം തിരിച്ചറിഞ്ഞു എന്നാണ്. ഇനി എന്റെ മുഖം എവിടെ വെച്ച് കണ്ടാലും അവന്മാർ ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് ഇനി മുതൽ മറ്റൊരു വേഷത്തിൽ ഞാൻ അവന്മാരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് തുടർച്ചയായി ശല്യപ്പെടുത്തും. ഇത് നല്ല പ്ലാനാണ്. ഞാൻ ആരോടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരും തന്നെ ഇല്ല ഇവിടെ. ആരും തന്നെ ഇല്ലല്ലോ ഇവിടെ. കൂടാതെ ഇയാളുടെ പേര് പോത്തേശ്വരൻ എന്നാണ്. ഹായ് ചേട്ടാ, നൈസ് ടു മീറ്റ് യു. അത് പിന്നെ ചേട്ടാ, മക്കള് പറഞ്ഞല്ലേ പുല്ല് തിന്നുന്ന പോത്തിന് ബുദ്ധി കൂടുതലാണെന്ന്. എനിക്കിനി അത് തെളിയിച്ച് കാണിക്കാതെ ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഈ ബുദ്ധിക്കാണോ പോത്തിനാണോ ശക്തി കൂടുതലെന്ന് എന്ന് തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കാണ് ശക്തിയും വലിപ്പവും അറിയാൻ നമുക്ക് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈസി എല്ലാം കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഞങ്ങളെ തലയ്ക്കകത്തുള്ള ബുദ്ധിയെ കുറിച്ചാ പറഞ്ഞത്. അത് ഏതായാലും നിന്റെ കയ്യിൽ ഇല്ലല്ലോ. സംശയട്ടോ? അത് ശരി, ആ ബുദ്ധിയുടെ കാര്യമായിരുന്നോ? അങ്ങനെ വെച്ച് നോക്കുമ്പോ പോത്തന്നല്ലേ വലുത്. കാരണം തലച്ചോറ് നമ്മൾ തലയിലല്ലേ ചുമക്കുന്നത്. പക്ഷേ ഒരു പോത്തിനെ നമുക്ക് തലയിൽ ചുമക്കാൻ കഴിയില്ലല്ലോ. എടാ കഴുതേ, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? പോത്തിനെക്കാളും വലുതാണ് ബുദ്ധി. എന്നാൽ കണ്ടിട്ട് എനിക്ക് പോത്താണ് വലുതായി തോന്നുന്നത്. പക്ഷേ എന്റെ കൂട്ടുകാരും കൊച്ചളിയനും ബുദ്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ അവരുടെ കൂടെ മാത്രമേ നിൽക്കൂ. തീർച്ചയായും പോത്തിനേക്കാൾ വലുതാണ് ബുദ്ധി. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. പോത്തിനെക്കാളും വലുതാണ് ബുദ്ധി. എന്താ പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞേ? ബുദ്ധി കൂടണമെന്നുണ്ടെങ്കിൽ പാല് കുടിക്കണ്ടേ? ഞങ്ങളുടെ ആൾക്കാരല്ലേ പാല് തരുന്നത്. അപ്പൊ പറഞ്ഞ ബുദ്ധിയെക്കാളും വലുതല്ല ഞങ്ങള്. പറഞ്ഞല്ലേ, അറിഞ്ഞല്ലേ, തെളിഞ്ഞില്ലേ? എന്തോന്നാടെ പറഞ്ഞില്ലേ, അറിഞ്ഞില്ലേ, തെളിഞ്ഞില്ലേ എന്നൊക്കെ? അതിന് മാത്രം താൻ എന്തുവാ ഇത്ര തെളിയിച്ചത്? എടോ, അന്നും ഇന്നും ബുദ്ധിയേക്കാൾ വലുതല്ല പോത്ത്. പോത്തിനേക്കാളും വലുതാണ് ബുദ്ധി. സംശയമുണ്ടോ? അതാ ചേട്ടാ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ അതിശയിച്ച കയ്യെ കാട്ടെ നോക്കാം. അതെ പിള്ളേരെ, എന്റെ വീടിന്റെ അടുത്തുള്ള മാവിന്റെ മുകളിലുണ്ട് ഒരു ചെറിയ കിളിയുടെ പൊത്ത്. ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കാൻ ഇതാ വരുന്നു എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ സ്വന്തം വളർത്തു പോത്ത് അടികൈ. കൊറോണ ലോകത്തെമ്പാടുമുള്ള ഒരുപാട് മനുഷ്യരെ കാർന്നു തിന്നു. പോത്തെറിഞ്ഞ പേപ്പർ ഇതാ പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അടികൈ. ഇനി നമുക്ക് നോക്കാം ബുദ്ധിയുടെ ടീമിൽ നിന്ന് ആദ്യം ആരാണ് വരുന്നതെന്ന്. ഞാൻ വരാം. എടാ, അവനെ പിടിച്ചു നിർത്ത്. നമ്മുടെ ടീമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനിപ്പോ പോത്തിനെ ജയിപ്പിക്കും. ഹണി, നീ ഇപ്പൊ ഇറങ്ങണ്ട. ആദ്യം ഞാൻ പോവാ. നമുക്ക് ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടത്. അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ബുദ്ധി ഇല്ലെന്നാണോ? ഇനി ഏതായാലും ഞാൻ തന്നെ പോവും. എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഹണി, മാറി നിക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കൊള്ളാം. നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരട്ടെ? എന്താ കൂട്ടുകാരെ, പോയാലോ?
ഇനി സന്തോഷത്തോടെ തുള്ളിച്ചാടി ഞാൻ പോകും എന്റെ വീട്ടിൽ. എന്നാ പൊക്കോട്ടെ ഞാൻ. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് മരവിക്കും. മരവിക്കില്ലേ? ഈ തണുപ്പിൽ കിടുകിട വിറയ്ക്കും. എന്താ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും ചൂട്? ചൂടെടുക്കുന്നില്ലേ? ദാഹിക്കുന്നുണ്ടല്ലോ. അയ്യോ, അയ്യോ.